സത്യം പറയുന്നത് കൊണ്ടാണ്. പൗലോസാണ് പറയുന്നത്, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാനാണെങ്കിൽ ഈ വേറെ പുസ്തകം തുറക്കേണ്ട കാര്യമില്ല. ഈ വേറെ പുസ്തകം നീ തുറക്കുന്നുവെങ്കിൽ ഈ വേറെ പുസ്തകം പറയുന്ന പ്രകാരം ജീവിക്കാൻ ശ്രമിക്കണം. ജവഹർലാൽ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികളെ ഉണർത്തരുത്, അത് ഉറങ്ങുന്ന സംഘമാണ്. നമ്മുടെ രാജാവാണ്, യഹൂദാ ഗോത്രത്തിലെ സിംഹം യേശു. ഒരു വീരനെ പോലെ എഴുന്നേൽക്കും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12 മുതലുള്ള വാക്യം. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. സുവിശേഷം പ്രസംഗിച്ചത് കൊണ്ട് തനിക്ക് എന്തായി? അഭിവൃദ്ധിക്ക് ഒരു അഭിവൃദ്ധി ഉണ്ടായി. എവിടെ? താന് വിശാലമായ സ്ഥലത്തുനിന്ന് ഒരു ജയിലകത്തുള്ളിലേക്ക് വന്നു. അവിടെ തനിക്ക് എന്തുണ്ടായി? ഒരു അഭിവൃദ്ധി ഉണ്ടായി. താൻ പറയാണ്, അവിടെ തനിക്ക് ആത്മീയ അഭിവൃദ്ധി ഉണ്ടായി. അവിടെ ഇരുന്നുകൊണ്ട് ആ ജയിലിൽ കിടന്നുകൊണ്ട് താൻ ഈടിച്ച ഒരുപാട് ലേഖനങ്ങൾ എഴുതുവാനിടയായി തീർന്നു. 13-ാം വാക്യം. എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു. അല്ല, എന്റെ ബന്ധനങ്ങൾ, ഞാൻ പലപ്പോഴും ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുന്നത്, ഞാൻ പലപ്പോഴും കാരാഗ്രഹത്തിലാകുന്നത് ക്രിസ്തുവിന്റെ നിമിത്തമാണ്. ക്രിസ്തു നിമിത്തം നമുക്ക് കഷ്ടം വന്നാലുണ്ടല്ലോ, അനുഭവിച്ചാലുണ്ടല്ലോ, ഒരു പരിഹാസം ഏറ്റാലുണ്ടല്ലോ, അത് അനുഗ്രഹമാണ്. ആമേൻ. നാം യേശുവിനെ ആരാധിക്കുന്ന നിമിത്തം, ഒരു ദൈവവൈദ്യനാണെന്ന് ഞാൻ പറയുന്ന നിമിത്തം, അവൻ നമ്മൾ അവഹേളിക്കപ്പെട്ടാൽ, നിന്ദിക്കപ്പെട്ടാൽ, പരിഹസിക്കപ്പെട്ടാൽ, തള്ളപ്പെട്ടാൽ നീ ഭാഗ്യവാൻ. സ്വർഗത്തിൽ നിനക്ക് വളരെ പ്രതിഫലമുണ്ട്. എന്റെ ബന്ധനങ്ങൾ 13-ാം വാക്യം വായിച്ചത്. എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു. നമുക്ക് എന്തെങ്കിലും ബന്ധനം വന്നാൽ യേശു നിമിത്തമേ വരാവൂ. പിശാചിന്റെ ബന്ധനം ഒന്നും പിടിച്ചു വെക്കരുത്. നമുക്ക് എന്തെങ്കിലും ബന്ധനം വന്നാൽ ആര് നിമിത്തമുള്ള ബന്ധനം വരാവുള്ളൂ? ക്രിസ്തു നിമിത്തം. യേശു നിമിത്തമുള്ള ബന്ധനമേ വരാവുള്ളൂ. അത് വ്യക്തമായി പറയുന്നത്, യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്നത്. പറയൂ. എന്ന അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും. അന്നത്തെ ഏറ്റവും വലിയ കുറ്റവാളിയാണ് ആര്? പൗലോസ്. അത് പുതിയ ഒരു സിദ്ധാന്തം പറയുന്നത് എന്നാണ്, ഒരു പുതിയ മതം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നെന്നാണ്, ഒരു പുതിയ കാര്യം പറയുന്നു എന്നുള്ളതാണ്. ഒരു നവീന ഉപദേശവുമായിട്ട് വരുന്ന ഒരാള് തീവ്രവാദി എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് പൗലോസിനെ. അപ്പൊ അങ്ങനെയുള്ള ആ അകമ്പടി പട്ടാളമുണ്ട് പൗലോസിനെ വിചാരണയ്ക്ക് കൊണ്ടുപോകുമ്പോഴൊക്കെ. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് പട്ടാളക്കാരുമായിട്ട് ബന്ധിക്കപ്പെട്ടാണ് ഇരുത്തുകയും കിടത്തുകയൊക്കെ ചെയ്യുന്നത്. ഒരു പോലീസുകാരന്റെ കയ്യിൽ കൊടിയ കുറ്റവാളിയുടെ ഒരു കൈ പിടിച്ച് ബന്ധിക്കുന്ന പോലെ. പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്ന അകമ്പടി പട്ടാളത്തിലെ പല ആളുകളും പൗലോസിന്റെ ഈ സുവിശേഷം കേട്ട് മനസ്സാന്തരപ്പെട്ടു, വിശ്വാസികളായി തീർന്നു. അപ്പൊ അകമ്പടി പട്ടാളത്തിൽ ഉള്ളവർക്കെല്ലാം അറിയാം എന്ത് നിമിത്തമാണ് ഞാൻ ഈ കഷ്ടം സഹിക്കുന്നതെന്ന്. പക്ഷെ പുറത്തുള്ള പൗലോസിന് വിരോധമായ ചില ക്രിസ്ത്യാനികളുണ്ട്, ചില സുവിശേഷകരുണ്ട്. അവർക്കത് മനസ്സിലായിട്ടില്ല. അവരാഗ്രഹിക്കുന്നത് എന്താണ്? ജയിലിൽ കിടക്കുന്ന ജാതികളാണ് ചിന്തിക്കുന്നത്, സുവിശേഷവുമായി നടക്കുന്നവന്മാരാണ് ചിന്തിക്കുന്നത്. പൗലോസിന് കഷ്ടം വരണം, അവന് പീഡനം വരണം, അവൻ അടിയേൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ജാതികളല്ല, പിന്നെയോ സുവിശേഷകന്മാര്, വിശ്വാസികള്, പൗലോസിന്റെ ഉപദേശത്തെ വിരോധിക്കുന്നവർ, സത്യസന്ധമായി വചനം പറയുന്നവരെ ഇന്ന് ലോകം എന്ത് ചെയ്യും? പകയ്ക്കുകയാണ്. വിശ്വാസികൾ പകയ്ക്കുമല്ലോ, പാസ്റ്റർമാർ പകയ്ക്കുമല്ലോ. സ്തോത്രം. ശരിയായ ഉപദേശം ഞാൻ പറയുന്നത് കൊണ്ട് എത്ര പേർ എന്നെ പകയ്ക്കുന്നു എന്നറിയാമോ? സ്തോത്രം. അയാളുടെ ഉപദേശം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നവരുണ്ട്. എന്തുകൊണ്ടാണ്? സത്യം പറയുന്നത് കൊണ്ടാണ്. പൗലോസാണ് പറയുന്നത്, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാനാണെങ്കിൽ ഈ വേറെ പുസ്തകം തുറക്കേണ്ട കാര്യമില്ല. ഈ വേറെ പുസ്തകം നീ തുറക്കുന്നുവെങ്കിൽ ഈ വേറെ പുസ്തകം പറയുന്ന പ്രകാരം ജീവിക്കാൻ ശ്രമിക്കണം. പൗലോസ് പറയുന്ന പോലെ പൂർണ്ണനായെന്നോ പൂർണ്ണമായി തീർന്നൊന്നുമല്ല, പൂർണ്ണതയിൽ എത്താമെന്ന് ശ്രമിക്കണം. നമ്മൾ ക്രിസ്തുവോളം നമുക്ക് എത്താൻ പറ്റുന്നിടത്തോളം നമ്മൾ ആ കഴിയുമെന്ന് നമ്മൾ ശ്രമിക്കണം. മനുഷ്യരാണ്, പക്ഷേ എങ്കിലും നമ്മൾ ഈ ലോകത്തിന്റെ പാപങ്ങൾ വിട്ടൊഴിഞ്ഞ് ജീവിച്ചേ പറ്റും.
സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. നീല ചുരിദാറിന് നീല കൈ താഴെ മുതൽ മേലെ വരെ നീല വള, നീല കമ്മൽ, നീല ലിപ്റ്റിക്ക്, പറ്റുമെങ്കിൽ നീല പുരികോടെ വരയ്ക്കാന്, പുരികോ വരച്ച് ലിപ്റ്റിക്കും ഇങ്ങനെ ഒറ്റക്കളറിൽ വെളിപ്പെടുന്ന വിശ്വാസികൾ ധാരാളമുണ്ട്. ഇതൊക്കെ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശവും കാര്യങ്ങളും ഒന്നും അല്ല. അല്ലേ സജീവ് പറഞ്ഞത്? സ്തോത്രം. പോകട്ടെ, നമുക്കിവിടെ വരാം. നമ്മൾ ചിന്തിക്കുന്ന വചനം, എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും വെളിവായി വരികയും സഹോദരന്മാർ മിക്കനേരം എന്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം കൊണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. സ്തോത്രം. അപ്പൊ താന് ഈ ബന്ധനത്തിൽ കിടക്കുമ്പോൾ പല സഹോദരന്മാരും എന്ത് ചെയ്തു? ഇപ്പൊ സുവിശേഷം പറയുന്നവർക്ക് പ്രതികൂലം ഉണ്ടായി, അല്ലെ? ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യാനികൾക്ക് വിരോധമായി മതപരിവർത്തനത്തിന്റെ നിയമം പാസാക്കിയിരിക്കുകയാണ്. മതപരിവർത്തനം നടത്തിയെന്ന് തെളിയിക്കപ്പെട്ടാൽ ജീവപര്യന്ത ശിക്ഷയാണ്. അങ്ങനെ വിധിക്കുന്ന ഒരു നിയമം അവർ പാസാക്കി. ഇപ്പോൾ സുപ്രീം കോടതിയിലെ പരിഗണനയിൽ ഇരിക്കുകയാണ്. ഇങ്ങനെ സംസ്ഥാനങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ എന്നുള്ളത്. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും പിടിച്ച് സുവിശേഷത്തെ ഇല്ലാതാക്കാമെന്നാണ് ശ്രമിക്കുന്നതെങ്കിൽ സുവിശേഷത്തെ ഇല്ലാതാക്കുവാൻ അങ്ങ് നീറോ ചക്രവർത്തി മുതൽ ശ്രമിച്ചതാണ്, ഇതുവരെ നടന്നിട്ടില്ല. ഇത് കത്തി പടരുന്ന തീപ്പന്തമായി ലോകത്തിലെമ്പാടും ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവനാണ് സുവിശേഷം. ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികളെ ഉണർത്തരുത്, അത് ഉറങ്ങുന്ന സംഘമാണ്. ഹല്ലേലൂയ. നമ്മുടെ രാജാവാണ്? യഹൂദാ ഗോത്രത്തിലെ സിംഹം യേശു. ഒരു വീരനെ പോലെ എഴുന്നേൽക്കും. ആർക്ക് വേണ്ടി? തന്റെ ജനത്തിന് വേണ്ടി. തന്റെ ജനത്തെ ഇല്ലാതാക്കുവാൻ, ജയിലിലടയ്ക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒരു വീരനെ പോലെ അവൻ രാജ്യങ്ങളിൽ വെളിപ്പെടും, സംസ്ഥാനങ്ങളിൽ വെളിപ്പെടും. സ്തോത്രം. അപ്പോൾ അവിടെ പറയുന്ന എന്താണ്? അങ്ങനെ സുവിശേഷം പറയുന്ന അനുകൂലമായി പറയുന്നവരുമുണ്ട്. 15-ാം വാക്യം, ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു. അതെന്തൊരു പ്രസംഗം? ആരോടുള്ള അസൂയ? അയ്യോ അല്ല, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ക്രിസ്തുവിനോട് ഒരു അസൂയയില്ല. ക്രിസ്തുവിനൊരു അസൂയുണ്ട്. ക്രിസ്തുവിനെ പ്രസംഗിക്കുമോ? ചില ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു. ആരോടുള്ള അസൂയ? പൗലോസിനോടുള്ള അസൂയ. ആരെ പ്രസംഗിക്കുന്നത്? ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പൗലോസ് ആരെ പ്രസംഗിക്കുന്നത്? ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അസൂയ ആരോടാണ്? പൗലോസിനോട്. എന്തിനാണ് അസൂയപ്പെടുന്നത്? അവർക്കില്ലാത്ത കൃപ ആർക്കുണ്ട്? പൗലോസിനുണ്ട്. ആരാ അസൂയപ്പെടുന്നത്? ജാതികളല്ല, ബർബരന്മാരല്ല, ഗ്രീക്കുകാരല്ല, പിന്നെ ആരാണ്? വിശ്വാസികളാണ്, പാസ്റ്റർമാരാണ്, ഇടയന്മാരാണ്, മൂപ്പന്മാരാണ്, ബിഷപ്പുമാരാണ് എതിർക്കുന്നത്. സ്തോത്രം. അവിടെ പലതുറയാണ്. ചില അസൂയയും പിണക്കവും നിമിത്തം ആരോടാണ് പിണങ്ങിയിരിക്കുന്നത്? പൗലോസിനോട്. എന്തിനാണ് പിണങ്ങുന്നത്? പൗലോസിന്റെ ഉപദേശം ആർക്ക് ഇഷ്ടമല്ല. ചില സ്വന്തം പാസ്റ്റർമാർക്ക് ഇഷ്ടമല്ല. അവർക്ക് എന്ത് വേണം? ലോകം വേണം. ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമല്ല പൗലോസ് പറഞ്ഞത്. ലോകത്തിന്റെ സ്നേഹിതന ആരുടെ സ്നേഹിതന? പിശാചിന്റെ സ്നേഹിതന. ലോകം അതിന്റെ ഒഴിഞ്ഞു പോകണം. ദൈവത്വം ചെയ്യുന്നവർ എന്നേക്കും നിലനിൽക്കുമെന്ന. സ്തോത്രം. ഇഷ്ടമല്ല. പൗലോസിന്റെ ഉപദേശം ഇഷ്ടമില്ലാത്തവരുണ്ട്, ഇന്നില്ലേ? ഭക്തി ഉപദേശം ഇഷ്ടമില്ലാത്തവരുണ്ട്, ഇന്നെല്ലാം.
പാസ്റ്ററിന്റെ ഉപദേശം കേട്ടിട്ട് എന്റെ മക്കളുണ്ട്, മക്കളെ എല്ലാം എന്ത് ചെയ്യണം, എനിക്ക് ആവണ വിട്ട് കല്യാണം കെട്ടിക്കണം. അപ്പൊ ആവണ വിട്ട് കല്യാണം കെട്ടിക്കുന്ന പെന്തക്കോസ്ത് സഭയിൽ ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞ് സഭയിൽ നിന്ന് പോയി. പക്ഷെ മക്കളെ കണ്ടിട്ട് മുഴുവൻ ആവണമില്ലാതെ കെട്ടിച്ചത്. സ്തോത്രം. നിന്റെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ, നിന്റെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ. സ്തോത്രം. അന്നത്തെ ആ പത്യോപദേശം കേട്ട് സഭയിൽ നിന്നിരുന്നെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെട്ടത്, നിന്റെ എല്ലാ അകത്തിലും മാറിയത്. നീ എന്റെ ഈ പ്രസംഗം കേൾക്കുന്നെങ്കിൽ നീ അത് മനസ്സിലാക്കണം. സ്തോത്രം. അന്നത്തെ ആ ഉപദേശം കേട്ട് തള്ളിക്കളഞ്ഞ് പോയതിന്റെ തിക്തഫലമാണ് ഇന്ന് നിന്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ തൊട്ടാലും പരാജയം. എന്താ കാര്യം? പത്യോപദേശത്തെ തള്ളിക്കളഞ്ഞു. നമ്മൾ ജീവിക്കുന്നെങ്കിൽ മര്യാദയ്ക്ക് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്റെ ഉപദേശം ഇതാണ്. സ്തോത്രം. എവിടെ പോണം? നിത്യതയില് സ്വർഗത്ത് പോകണം. നിങ്ങള് ആമേൻ വന്ന് നരകത്ത് പോകാൻ ഇടയായിത്തീരും. സ്തോത്രം. അപ്പൊ ആരാണ് പകച്ചത്? വിശ്വാസി. പാസ്റ്റർമാരാണ് പകച്ചത്. ആരെ? പൗലോസിനെ. സുവിശേഷകരാണ് പകച്ചത്. ചില ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു. ആരോട് അസൂയ? പൗലോസിനെ അവരോട് അസൂയപ്പെട്ടു. ആരോട് പിണങ്ങി? പൗലോസിനോട് പിണങ്ങി. എന്തിനാണ് ഇവർ ക്രിസ്തുവിനെ പ്രസംഗിച്ചത്? അവരെവിടാണ് പ്രസംഗിച്ചത് എന്നുള്ളതാണ് പ്രശ്നം. അവരെ പ്രസംഗിച്ചത് പൗലോസ് കിടക്കുന്ന ജയിലിന്റെ അടുത്ത് വന്ന് പ്രസംഗിച്ചു. പൗലോസ് കിടക്കുന്ന ജയിലിന്റെ അടുത്ത് വന്ന് ഇവർ ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ ജയിലിനടുത്ത് കിടക്കുന്ന പൗലോസിന് കൂടുതൽ അടി കിട്ടട്ടെ എന്ന് വിചാരിച്ച അവർ പ്രസംഗിച്ചത്. എന്ത് നിമിത്തമാണ് പൗലോസിനെ ജയിലിട്ടിരിക്കുന്നത്? ക്രിസ്തുവിനെ പ്രസംഗിച്ചതിന്. നിന്നെ പിടിച്ചാക്കിയിട്ടും അവന്മാര് വന്ന് നിന്റെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞ് പൗലോസിന് എന്ത് കിട്ടും? അടി കിട്ടും. പൗലോസ് അത് ക്ഷമിക്കുകയാണ്. പൗലോസ് അവരോട് പറയുന്നത് എന്താണ്? ശീലരോ മനസ്സോടെ അവർ സുവിശേഷത്തിന്റെ പ്രതിപാദനത്തിനായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നു എന്നറിഞ്ഞിട്ട് അത് സ്നേഹത്താൽ ചെയ്യുന്നു. ചിലരെന്ത് ചെയ്യുന്നു? ദൂരോട്ട് മാറിപ്പോയി ജാതികളുടെ അടുക്കൽ എന്ത് ചെയ്യുന്നു? പൗലോസ് ജയിലിന്റെ അടുത്ത് നിന്നും ദൂരോട്ട് മാറി മനസ്സോടെ എന്ത് ചെയ്യുന്നു? പൗലോസിന് ഒരു ദോഷവും വരല്ലേ എന്ന് വിചാരിച്ച് പ്രസംഗിക്കുന്നു. ചിലരോ അവന് രണ്ടാടി കിട്ടട്ടെ, കൂടുതൽ കിട്ടട്ടെ, അങ്ങനെ ആഗ്രഹിക്കുന്ന ആരാണ്? പൗലോസിനോട് അസൂയുണ്ട്, പിണക്കമുണ്ട്. അവരടുത്ത് പ്രസംഗിച്ചു. സ്തോത്രം. പക്ഷേ പൗലോസിന്റെ മനോഭാവം ഒന്ന് നോക്കിയേ. അപ്പൊ ഇവിടെ പറയുന്നു, നോക്കൂ, പഴയ വാക്യം. ചിലർ സ്നേഹത്താൽ ചെയ്യുമ്പോൾ മറ്റവരോ എന്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലയോടല്ല ശാഠ്യത്താലത്തെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. അപ്പൊ ശാഠ്യത്താൽ പ്രസംഗിക്കാം. ഈ നിർമ്മല ഉപദേശം ഒരു ഉപദേശിക്ക് ശാഠ്യത്താൽ പ്രസംഗിക്കാം. അത് ദൈവം അംഗീകരിക്കണമെന്നില്ല. സ്തോത്രം. നമ്മൾ മനസ്സിലാക്കൂ. നിങ്ങൾ വായിച്ചിട്ട് ഈ ഭാഗം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? സ്തോത്രം. അപ്പൊ പല നിലവാരത്തിൽ പ്രസംഗിക്കാൻ പറ്റും സുവിശേഷം. പക്ഷെ അത് ദൈവം അറിയുന്ന സുവിശേഷമായിരിക്കണം. ദൈവം അറിയുന്ന, ദൈവം അംഗീകരിക്കുന്ന സുവിശേഷം നിർമ്മല സുവിശേഷമോ? നിർമ്മല സുവിശേഷം പ്രസംഗിച്ചതിനാണ് പൗലോസ് ജയിലിനകത്ത് കിടക്കുന്നത്. സ്തോത്രം. സ്തോത്രം. സ്തോത്രം പറഞ്ഞേ. അതെ, നിർമ്മല സുവിശേഷം പ്രസംഗിച്ചതിനാണ് പൗലോസ് ജയിലിൽ കിടക്കുന്നത്. സ്തോത്രം. അല്ലെങ്കിൽ മറ്റവരോ എന്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ, കേട്ടോ, രണ്ടടി കൂടുതൽ ഇട്ടിട്ടുണ്ട്, ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലയോടല്ല ശാഠ്യത്താലത്തെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് വളരെ പിന്നെന്ത്? നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ. പിന്നെന്ത്? നിങ്ങളത് കാണുമോ? കുഴപ്പമില്ല. നാട്യമായിട്ടോ, പരമാർത്ഥമായിട്ടോ, അഭിനയത്തിലോ പരമാർത്ഥമായിട്ടോ, ഏത് വിധമായാലും ക്രിസ്തുവിനെ അല്ലോ പ്രസംഗിക്കുന്നത്. അതാണ് പറഞ്ഞത്. പോട്ടെ, അത് സ്വത്ത് എന്നോടുള്ള അസൂയ കൊണ്ടോ എന്നോടുള്ള വൈരാഗ്യം കൊണ്ടോ അവരെ അഭിനയിച്ചാണെങ്കിലോ എങ്ങനെയാണെങ്കിലും ആരെയാണ് അവർ പ്രസംഗിക്കുന്നത്? ക്രിസ്തുവിനെയാണ്. സ്തോത്രം. ആരെ വിരോധിക്കാൻ പോയില്ല പൗലോസ്? തനിക്കെതിരായി പ്രസംഗിക്കുന്നവരെ വിരോധിക്കാൻ ആര് പോയില്ല? താൻ പോയില്ല.
സ്തോത്രം. അവിടെയും ആരുടെ നാമം മഹത്വപ്പെടുത്തുകയാണ്? യേശുവിന്റെ നാമം മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് പലതും പറയാണ്, ഇതിൽ ഞാൻ എന്ത് ചെയ്യും? സന്തോഷിക്കുന്നു. ഇതിൽ ഞാൻ സന്തോഷിക്കും. ഇനിയും സന്തോഷിക്കും. പറയുന്നവർ പറയട്ടെ, എന്ത് അപവാദങ്ങളും പറഞ്ഞോട്ടെ, ഞാൻ എന്ത് ചെയ്യും? സന്തോഷിക്കും. സ്തോത്രം. 20-ാം വാക്യം വായിക്കാം. അങ്ങനെ ഞാൻ ഒന്നിനും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ. സ്തോത്രം. എന്റെ ശരീരം കൊണ്ട് ഞാൻ ആരെ മഹത്വപ്പെടുത്തിയിരിക്കും? എന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തും. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരം കൊണ്ട് ആരെ മഹത്വപ്പെടുത്തണം? നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തണം. സ്തോത്രം. ജീവനുള്ള കാലത്തെല്ലാം ആരെ മഹത്വപ്പെടുത്തണം? യേശുവിനെ മഹത്വപ്പെടുത്തണം. സ്തോത്രം. അതുകൊണ്ട് അങ്ങനെയാണെങ്കിലേ നമുക്ക് പൗലോസ് പറഞ്ഞതുപോലെ പറയുവാൻ കഴിയുള്ളൂ. 21-ാം വാക്യം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഞാനിപ്പോൾ മരിച്ചാൽ എനിക്ക് ലാഭം. പാപത്തിൽ നിന്ന് ലാഭം, ലോകത്തിൽ നിന്ന് ലാഭം, പീഡനങ്ങളിൽ നിന്ന് ലാഭം. സ്തോത്രം. എന്നെ ആരും കുറ്റം പറയത്തില്ല, എന്നെ ആരും പരിഗണിക്കത്തില്ല. സ്തോത്രം. ഞാൻ അറിയാത്ത കാര്യങ്ങൾ, ചെയ്യാത്ത കാര്യങ്ങൾ ആരും പറയത്തില്ല. ഇപ്പൊ മരിച്ചാൽ എനിക്ക് ലാഭം. പൗലോസ് അതാ പറയുന്നത്. സ്തോത്രം. അടുത്ത വാക്യം വായിച്ചോ. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ. അതെ, നമ്മളപ്പോൾ എന്തിനാ ജീവിക്കുന്നത്? ശരീരത്തിലാ ജീവിക്കുന്നത്. ഞാൻ ജീവിക്കാം. എനിക്ക് എന്റെ ശരീരത്തെ കൊല്ലാൻ പറ്റുമോ? ഇപ്പോൾ മരിക്കുന്നത് എനിക്ക് ലാഭമെന്ന് പറഞ്ഞ് എനിക്ക് സ്വയം മരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സ്തോത്രം. കൊല്ലണമെന്ന് പറഞ്ഞ് കയറി ചെന്ന് മരിക്കാൻ പറ്റുമോ? ഇല്ല. വായിച്ചോ. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നത് എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ എന്ന് വെച്ചാൽ സുവിശേഷത്തിൽ പൗലോസ് ചെയ്യുന്ന സുവിശേഷ പ്രവർത്തനത്തിന് ഫലം വരുമെങ്കിൽ ഏത് തെരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഏത് തെരഞ്ഞെടുക്കേണ്ടതെന്ന് ഞാൻ അറിയുന്നില്ല. അതെ, എനിക്കിപ്പോ മരിച്ചാലാവാം. പക്ഷേ എന്റെ നിമിത്തം സുവിശേഷം വ്യാപിക്കുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കണം? മരണം തിരഞ്ഞെടുക്കണോ? സുവിശേഷ വ്യാപ്തി തിരഞ്ഞെടുക്കണോ? ഇതൊന്നും എനിക്ക് അറിയത്തില്ല. ദൈവത്തിനെ അറിയത്തുള്ളൂ. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. ഒരു ഭക്തന്റെ കാര്യമാണ് പറയുന്നത്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. ആമേൻ. വിട്ടുപിരിഞ്ഞ്. അതാ ഞാൻ കഴിഞ്ഞ ആഴ്ച ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവേ, വേഗത്തിൽ അങ്ങയുടെ അടുക്കൽ വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിട്ടുപിരിഞ്ഞ് പലതും അറിയാം. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ ഞാൻ കാംക്ഷിക്കുന്നു. അത് അത്യുത്തമമല്ലോ? അത്യുത്തമമാണ്. എന്നാൽ ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. സ്തോത്രം. പക്ഷെ ഞാൻ ജഡത്തിൽ ഇരിക്കേണ്ടത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. പൗലോസിന്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വരുന്നവരെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കേണ്ടതാണെന്ന് ഒരു തോന്നൽ. 5 ആത്മാക്കളെ കൂടി നേടാം. 5 പട്ടണങ്ങൾ കൂടി എനിക്ക് നിത്യതയിൽ കിട്ടും. ഹല്ലേലൂയ. സ്തോത്രം. അല്ല, 27-ാം വാക്യം. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിനാൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാണെന്ന് മാത്രം നടപ്പിൻ. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാണെന്ന് മാത്രമാണോ ഇന്നുള്ള വിശ്വാസികൾ നടക്കുന്നത്? ഇല്ല. വ്യക്തമായി വായിക്കണം. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ഇതങ്ങോട്ട് ഇപ്പൊ പറഞ്ഞാൽ കേൾക്കും. ഞങ്ങളുടെ ജീവിതം തന്നെ കഷ്ടതയില്ല. പിന്നെ ഈ കഷ്ടതയുടെ
വരം ഞങ്ങൾക്ക് വേണ്ട പാസ്റ്ററെ, വല്ല അനുഗ്രഹത്തിന്റെ വരം വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് കുടിച്ചോളാം. സ്തോത്രം. ഹല്ലേലൂയ. കഷ്ടതയുടെ കൈപ്പിന്നീരിൻ പാത്രവും അങ്ങൻ കരങ്ങളിൽ കൂടിപ്പാൻ തന്നാൽ ചോദ്യം ചെയ്യാതെ വാങ്ങി പാനം ചെയ്യുവാൻ കൃപ എന്നിൽ പകരണമേ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനെങ്കിലും നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. നിങ്ങൾ എങ്കിൽ കണ്ടതും ഇപ്പോൾ എന്നെ കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം നിങ്ങൾക്കും ഉണ്ടല്ലോ. പോരാട്ടം ഏതാ? ആത്മീയ പോരാട്ടം ഉണ്ടാകണം. സ്തോത്രം. ഒരു വിശ്വാസി ഏതിന്റെ നടുവിലാണ് നിൽക്കുന്നത്? ഒരു ആത്മീയ പോരാട്ടത്തിലാണ്. പിശാച് ഏത് നിലവാരത്തിലും നിന്നെ തകർക്കുവാൻ ശ്രമിക്കും. പൗലോസിനെ ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് കാരാഗ്രഹത്തിൽ പിശാച് അടച്ചത്. എന്നാൽ പൗലോസിനെ ദൈവം എന്ത് ചെയ്തു? ആ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തുകൊണ്ടു. വീണ്ടും അനേക ഇടങ്ങളിൽ കടന്നു എന്ന് പൗലോസ് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുവാനിടയായി. സ്തോത്രം. അവനെ അവസാനം തന്റെ നിര്യാണകാലം അടുത്തു എന്നുള്ള അവനെ സ്തോത്രം അറിവ് ദൈവം കൊടുത്തപ്പോൾ താനിങ്ങനെ എഴുതി, എന്റെ നിര്യാണകാലം അടുത്തു. അവൻ അവസാനം ധനികനായിരുന്ന പൗലോസ് പറയുകയാണ്, അവസാനം എനിക്കുള്ള ആ പുതപ്പും ചർമ്മരഹിതവും കൂടി നീ വരുമ്പോൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാണ് താൻ അവസാനിപ്പിക്കുന്നത്. അങ്ങനെ പൗലോസ് രക്തസാക്ഷിയായി ക്രിസ്തുവിന് അധികമാരുടേതായി. അവൻ കണ്ണുകൾ അടയ്ക്കാം.